ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 20. അലഞ്ഞുതിരിയുന്ന ജ്യോതിസുകൾ. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. 2020 വസന്തകാലത്ത് രാത്രി ആകാശത്തിനു കീഴിൽ സാന്റിയാഗോ തീരത്ത് സർഫിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ ജൈവിക പ്രകാശ തരംഗങ്ങൾ വമിക്കുന്ന തിരകൾക്ക് മുകളിലൂടെ സർഫ് ചെയ്യുകയുണ്ടായി. ഈ ലൈറ്റ് ഷോകൾക്ക് കാരണമായത് ഫ്ലൈറ്റോപ്ലാങ്ക്ടൺ എന്ന് വിളിക്കപ്പെടുന്ന സൂക്ഷ്മജീവികളായിരുന്നു. അലഞ്ഞു തിരിയുന്നവൻ എന്നർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞത്. പകൽ സമയത്ത് ഈ ജീവജാലങ്ങൾ ചുവന്ന വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുകയും സൂര്യപ്രകാശം പിടിച്ചെടുത്ത് അത് രാസോർജമായി മാറ്റുകയും ചെയ്യുന്നു. ഇരുട്ടിൽ അസ്വസ്ഥരമാകുമ്പോൾ അവ ഒരു നീല വൈദ്യുത വെളിച്ചം പുറപ്പെടുവിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വർഗത്തിന്റെ പൗരന്മാരാണ്. അവർ ചുവന്ന വേലിയേറ്റ ആൽഗകളെ പോലെ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവരായോ ഒഴുകുന്നവരായോ ജീവിക്കുന്നു. പ്രയാസകരമായ സാഹചര്യങ്ങൾ നമ്മുടെ സുസ്ഥിരമായ പദ്ധതികളെ തടസ്സപ്പെടുത്തുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ പോലെ പ്രതികരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കുന്നു. അങ്ങനെ നമുക്ക് ഇരുട്ടിൽ അവന്റെ തിളക്കമാർന്ന സ്വഭാവം പ്രതിഫലിപ്പിക്കാൻ കഴിയും. പൗലോസ് അപ്പോസ്തലന്റെ അഭിപ്രായത്തിൽ ക്രിസ്തുവുമായുള്ള നമ്മുടെ അടുപ്പത്തെയും അവനിലുള്ള നമ്മുടെ വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന നീതിയെയും കാൾ വിലപ്പെട്ട മറ്റൊന്നില്ല. യേശുവിനെ അറിയുന്നതും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും നമ്മെ മാറ്റുന്നു. അത് നമ്മുടെ ജീവിത രീതിയെയും പരിശോധനകൾ നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുമ്പോൾ നാം പ്രതികരിക്കുന്ന രീതിയെയും സ്വാധീനിക്കുന്നുവെന്ന് യേശുവിന്റെ ജീവിതം തെളിയിച്ചു. നാം ദിവസവും ദൈവപുത്രനോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായ സത്യത്താൽ നമ്മെ സജ്ജരാക്കുന്നു. ഈ ഭൂമിയിലെ എല്ലാ വെല്ലുവിളികളും ക്രിസ്തുവിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ദൈവം നമ്മെ വീട്ടിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും വരികയോ ചെയ്യുന്ന ദിവസം വരെ ഇരുട്ടിനെ മുറിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും വിളക്കുകളാകാം. ചിന്തിക്കുക, ക്രിസ്തുവിന്റെ ജീവിതം, മരണം, പുനരുദ്ധാനം എന്നിവയിലൂടെ ക്രിസ്തു നിങ്ങൾക്ക് നൽകിയ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ജീവിത വെല്ലുവിളികളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെ മാറിയിരിക്കുന്നു? ക്രിസ്തുവിന്റെ സ്നേഹവും സ്വഭാവവും കൊണ്ട് തിളങ്ങുന്ന ഒരു അലഞ്ഞു തിരിയുന്നവനാകാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിന് മഹത്വം.